കാർഷിക വായ്പയിലെ സബ്സിഡികൾ വെട്ടിക്കുറച്ച കേന്ദ്ര നടപടി രാജ്യത്തിന്റെ സമ്പദ്ഘടനയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ഇതിനെ തുടർന്ന് കാർഷിക വായ്പകൾ പടിപടിയായി ഇല്ലാതാക്കാനാണ് ദേശസാത്കൃത ബാങ്കുകളുടെ നീക്കം. കനറ ബാങ്ക് ഇതിനോടകം ഇത് പ്രാവർത്തികമാക്കി കഴിഞ്ഞു. ബാങ്കുകൾ വഴിയുള്ള കാർഷിക വായ്പാ നടപടിക്രമങ്ങൾ കേന്ദ്ര സർക്കാർ പരിഷ്കരിച്ചതോടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സാധാരണക്കാർ കടന്നുപോകുന്നത്. പുതിയ സബ്സിഡി നിയമത്തിലെ സാങ്കേതിക കുരുക്കുകൾ തിരിച്ചറിഞ്ഞാണ് സ്വർണ്ണപ്പണയ കാർഷിക വായ്പാ സബ്സിഡി കനറ ബാങ്ക് പൂർണ്ണമായും നിർത്തിയിരിക്കുന്നത്. കനറ ബാങ്കിന്റെ പാത പിന്തുടർന്ന മറ്റ് ദേശസാത്കൃത ബാങ്കുകളും ഈ വഴിയിൽ നീങ്ങിയാൽ സ്വർണ്ണപ്പണയത്തിനായി ബാങ്കുകളെ ആശ്രയിക്കേണ്ടി വരുന്നവർക്ക് ഇത് വലിയ തിരിച്ചടിയായി മാറുമെന്നത് ഉറപ്പാണ്. സബ്സിഡി വെട്ടിക്കുറയ്ക്കുന്നതിലൂടെ പലിശ നിരക്കും കുതിച്ചുയരും. നേരത്തെ ബാങ്കുകളിൽ നിന്നും സ്വർണ്ണപ്പണയ വായ്പയെടുത്തവരും ലോൺ നിലനിർത്താൻ വലിയ തുക പലിശയായി അടയ്ക്കേണ്ടതായി വരും. വായ്പ പുനഃസ്ഥാപനത്തിനായി 8.45% പലിശ ഈടാക്കാനാണ് നീക്കമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. ഇന്ത്യയിൽ ഏറ്റവും അധികം കാർഷിക വായ്പകൾ നൽകുന്ന സ്ഥാപനം കനറ ബാങ്കാണ്. കേരളത്തിലും ഒട്ടേറെ പേർ ആശ്രയിക്കുന്ന മുൻനിര ബാങ്കുകളിൽ പ്രമുഖ സ്ഥാനമാണ് കനറ ബാങ്കിനുള്ളത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ദേശീയ തലത്തിൽ 2 ലക്ഷം കോടി രൂപയാണ് കനറ ബാങ്ക് ഈ വിധത്തിൽ വായ്പയായി നൽകിയത്. സ്വർണം ഈട് നൽകി ലോൺ എടുക്കുന്നത് കാർഷിക വായ്പയുടെ പേരിലാണെങ്കിലും നിത്യജീവിതത്തിലെ അടിയന്തര ആവശ്യങ്ങൾ നേരിടുന്നതിനാണ് സ്വർണം പണയം വെക്കുന്നതെന്ന് ഏവർക്കും അറിയാം. സ്വർണം പണയം വെക്കുന്നതിനോടൊപ്പം ഭൂമിയുടെ കരമടച്ച രസീതിയും ഈടായി സ്വീകരിച്ചുകൊണ്ടാണ് ബാങ്കുകൾ ഇപ്പോൾ സ്വർണ്ണ പണയ വായ്പകൾ അനുവദിച്ചു വരുന്നത്. ഈ വിധം സ്വർണ്ണ പണയ സംവിധാനങ്ങളാണ് ക്രമേണ ഇല്ലാതാകാൻ പോകുന്നത്. കാർഷിക ആവശ്യങ്ങൾക്കായുള്ള സ്വർണ്ണ പണയത്തിന് 4% ബാങ്ക് നൽകുന്ന കേന്ദ്ര സബ്സിഡി. ഇത് വർഷാവസാനം ഒന്നിച്ച് കേന്ദ്രം നൽകുമെന്ന ഉറപ്പാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. എന്നാൽ പലപ്പോഴും ഇത് ലഭിച്ചിരുന്നില്ല. അത് മുടങ്ങിയതാണ് പല ബാങ്കുകളും സ്വർണ്ണ പണയ കാർഷിക വായ്പാ പദ്ധതികളിൽ നിന്ന് മാറി നിൽക്കാൻ പ്രധാന കാരണം. ഉപഭോക്താവ് ആധാരം ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്കിലേക്ക് സബ്സിഡി നേരിട്ട് എത്തിക്കുമെന്നാണ് കേന്ദ്ര ഭാഷ്യം. അതേസമയം ബാങ്ക് വായ്പ എടുത്തവർ മറ്റു ബാങ്കുകളിൽ ആധാർ വഴി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സിഡി വഴിമാറി പോകാനുള്ള സാധ്യതയും ഏറെയാണ്. ഇതുവഴി ലോൺ അനുവദിച്ച ബാങ്കിന് നഷ്ടം വരാൻ സാധ്യതയുണ്ട്. സ്വർണ്ണപ്പണയ സബ്സിഡിയിൽ നിന്നും ബാങ്കുകൾ പിൻവാങ്ങാനുള്ള മറ്റൊരു കാരണം ഇതാണ്. കാർഷിക വായ്പാ നയങ്ങളിൽ കർശന നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിലൂടെയും സബ്സിഡി ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിലൂടെയും അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇന്ത്യയിലെ ഇടത്തരം ജനവിഭാഗങ്ങൾ നേരിടാൻ പോകുന്നത്. ഇടക്കാലത്ത് നിയന്ത്രണത്തിലായ സ്വകാര്യ ബ്ലേഡ് സംഘങ്ങൾ കേരളത്തിൽ വീണ്ടും പിടിമുറുക്കാനുള്ള സാധ്യത കൂടി ഇതോടൊപ്പം ചേർത്ത് കാണേണ്ടതുണ്ട്.